സംവിധായകൻ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു എന്നതാണ് ഇപ്പോൾ വരുന്ന പ്രധാന വാർത്ത. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരായ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രാജി. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ആഷിഖ് അബു വിശദീകരിക്കുന്നത്? രാജിക്കത്തിൽ കൂടുതൽ വിമർശനങ്ങൾ, ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും, അല്ലേ? കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വിജയകുമാർ ഇപ്പോൾ ആഷിഖ് അബു ഫെഫ്ക സംഘടനയിൽ നിന്ന് രാജി സമർപ്പിച്ചിരിക്കുന്നത്. രാജിക്കത്തിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടുത്ത വിമർശനങ്ങളുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംഘടന പാലിച്ചത് കുറ്റകരമായ മൗനമാണ് എന്നുള്ള രൂക്ഷ വിമർശനത്തോടുകൂടിയാണ് ഈ രാജിക്കത്തിന്റെ തുടക്കം. അത് ഫെഫ്കയുടെ നേതൃത്വത്തിന് അദ്ദേഹം ഇമെയിൽ വഴി നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് ഈ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ഫെഫ്കയുടെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അദ്ദേഹം പരസ്യമായി തന്നെ രംഗത്ത് വരികയും ചെയ്തതാണ്. അതിന് പിന്നാലെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് പ്രഖ്യാപിക്കണമെന്ന് ആഷിഖ് അബു അടക്കമുള്ള ഫെഫ്കയിലെ പല അംഗങ്ങളും ഫെഫ്കയോട് ആവശ്യപ്പെട്ടതുമാണ്. അതൊന്നും കേൾക്കാതെ ചില പത്രക്കുറിപ്പുകൾ ഇറക്കി കാടുകയറുന്ന സമീപനമാണ് ഫെഫ്കയുടേതെന്ന് കൂടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ രാജിക്കത്തിലും രൂക്ഷ വിമർശനം തന്നെ ഉണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാജി ഫെഫ്കയിൽ നിന്നുണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ഈ നിമിഷം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഏറ്റവും ആദ്യം അമ്മയിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ ഇപ്പോൾ ഫെഫ്കയിലും വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. കൂടുതൽ രാജികൾ വരും ദിവസങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനയാണ്. താരസംഘടനയ്ക്ക് പിന്നാലെ സാങ്കേതിക പ്രവർത്തകരുടെ ഒരു ട്രേഡ് യൂണിയൻ പോലെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ട്രേഡ് യൂണിയനായ ഫെഫ്കയിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. ബി ഉണ്ണികൃഷ്ണനെതിരായ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ആഷിഖ് അബു അതിൽ നിന്നും സംഘടനയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾ രാജിക്കത്തിലുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ലഭ്യമാകും. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകി.